തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച UDF മുന്നേറ്റമുണ്ടായ ജില്ലകളിലൊന്നാണ് പത്തനംതിട്ട. എൻ്റെ ഒപ്പമുള്ളത് ടീം UDF ആണ്. ടീം UDFിൻ്റെ അമരക്കാരൻ DCC പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ സാറാണ്. സാർ, വലിയ മുന്നേറ്റമാണ് ജില്ലയിലുണ്ടായത്. ഒരുപക്ഷെ അപ്രതീക്ഷിതമെന്നൊക്കെ പറയാൻ കഴിയുന്ന വലിയ മുന്നേറ്റം എങ്ങനെയാണ് ഇന്ന് നോക്കിക്കാണുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മറന്നുകൊണ്ട് ഒറ്റ മനസ്സോടെ ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിച്ചത്. ഘടകകക്ഷികൾ തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായില്ല. അതോടൊപ്പം തന്നെ കോൺഗ്രസ് പാർട്ടി മെറിറ്റ് മാത്രം നോക്കി, വിന്നബിലിറ്റി മാത്രം നോക്കിയാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത്. വാർഡ് കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ച സ്ഥാനാർത്ഥികളെ മണ്ഡലം കോർ കമ്മിറ്റി, അതോടൊപ്പം തന്നെ ബ്ലോക്ക് കമ്മിറ്റി ശുപാർശ ചെയ്തത് രണ്ട് കൈയും നീട്ടി ഞങ്ങൾ സ്വീകരിച്ചല്ല. DCC നേതൃത്വമൊന്നും കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥികളല്ലായിരുന്നു. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ജില്ലയിലെ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും മുനിസിപ്പാലിറ്റി ഒരെണ്ണം മാത്രമേ ഉള്ളായിരുന്നു. അത് ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ രൂപീകരണം നേരത്തെ തന്നെ നമ്മൾ നടത്തുകയും വാർഡ് പ്രസിഡന്റുമാർക്കും മണ്ഡലം പ്രസിഡന്റുമാർക്കും ബ്ലോക്ക് പ്രസിഡന്റുമാർക്കും എല്ലാം തിരിച്ചറിയൽ കാർഡ് കൊടുത്തുകൊണ്ട് ചിട്ടയായ പ്രവർത്തനം, അഭിപ്രായ വ്യത്യാസങ്ങൾ ചില മേഖലകളിലൊക്കെ ഉണ്ടായിരുന്നതൊക്കെ പരമാവധി പറഞ്ഞു തീർത്തുകൊണ്ട് നേതാക്കന്മാരെല്ലാവരും തന്നെ വളരെ ഐക്യത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. റിബലുകളൊന്നും തന്നെ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുവാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാരണം. ബ്ലോക്ക് പഞ്ചായത്തുകളിലൊക്കെ LDF സംപൂജ്യരാണ്. ബ്ലോക്ക് പഞ്ചായത്ത് മുഴുവൻ UDF പിടിച്ചെടുത്തു. LDFിനെ സംബന്ധിച്ചിടത്തോളം അവർ കഴിഞ്ഞ 9.5 വർഷക്കാലമായി അധികാരത്തിലിരുന്ന് ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് നരകതുല്യമായ ജീവിതത്തിലേക്കാണ് ജനങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. നിഷ്പക്ഷപതികളായ ആളുകളും ഇടതുപക്ഷ ചിന്താഗതിക്കാരായ ആളുകളും ഈ ഗവൺമെൻറ്റിനെ വീർത്തു. ശബരിമല വിഷയം ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയാണെങ്കിൽ റോക്കറ്റ് പോലെ കുതിച്ചുയരുന്നു. ആ വില നിയന്ത്രിക്കുവാൻ പൊതുവിപണിയിലൊന്നും തന്നെ സപ്ലൈകോ പോലുള്ള സ്ഥാപനങ്ങൾക്ക് വേണ്ട സഹായം കൊടുക്കുവാൻ ഗവൺമെൻറ് കഴിഞ്ഞില്ല. പിന്നെ ആരോഗ്യ മേഖല, ഒരു കാലത്ത് വളരെ അഭിമാനമായിരുന്ന ആരോഗ്യ മേഖല, ഇപ്പം ഇവിടുത്തെ മന്ത്രി ഉൾപ്പെടെ ആരോഗ്യ മേഖലയോട് കാണിക്കുന്ന അവഗണന, സർക്കാർ ആശുപത്രികളിൽ പോയി കഴിഞ്ഞാൽ മൂക്കി പഞ്ഞി വെച്ച് വരേണ്ട സാഹചര്യം, മെഡിക്കൽ കോളേജിൽ നടന്നു പോകുന്ന രോഗികൾ തിരിച്ചു വരുന്നത് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. അപ്പം ഒരു കാലത്ത് ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം നല്ല മതിപ്പായിരുന്നു. ഇപ്പം ഈ മന്ത്രി വന്നതിന് ശേഷം യാതൊരു കാര്യവും നടക്കുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ജനങ്ങളെ ദ്രോഹിച്ചു കൊണ്ടുപോകുന്ന ഈ നടപടികൾ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായത്. ഈ പത്തനംതിട്ട നഗരസഭയിൽ ഉൾപ്പെടെ ഇനി ചെയർമാൻ തെരഞ്ഞെടുപ്പ്, പുതിയ നേതൃത്വം വരണം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഈ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചതുപോലെ തന്നെ തർക്കരഹിതമായി പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇങ്ങനെ കാര്യമായ തർക്കങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പാർട്ടി തന്നെ തീരുമാനിച്ച്, ഒരു കേഡർ സിസ്റ്റം ഇല്ലെങ്കിലും പാർട്ടിക്കൊരു ചിട്ടയുണ്ടല്ലോ, അതനുസരിച്ച് തന്നെ മുന്നോട്ട് എല്ലാ നേതാക്കന്മാരും ഒക്കെ അഭിപ്രായം നടത്തി ചർച്ച ചെയ്ത് കാര്യമായ അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ തന്നെ ചെയർമാൻ സ്ഥാനാർത്ഥികളെയൊക്കെ തീരുമാനിക്കും. BJPയെ തടുക്കാൻ പത്തനംതിട്ട ജില്ലയിൽ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും. പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോൾ ഒരു വാർഡിൽ അവർ ജയിച്ചെന്നുള്ള അല്ലാതെ പല മേഖലകളിലും BJPയെ തന്നെ നമുക്ക് ഒന്നും അല്ലാതാക്കി തീർക്കുവാൻ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം അടൂരിൽ പോലും പ്രതിഫലിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത് എങ്ങനെയാണ് ആ വിഷയത്തെ അതായത് തെരഞ്ഞെടുപ്പ് യാതൊരു മാറ്റങ്ങളും വരുത്താൻ ആ വിഷയത്തിന് കഴിഞ്ഞില്ല. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ LDF കെട്ടിച്ചമച്ചാണെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയെ ഉണ്ടായില്ലല്ലോ. പാർട്ടി നിരവധി വിഷയങ്ങളുമായി ബന്ധപ്പെട്ടല്ലേ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അത് വിലക്കയറ്റം, അവിടെ ശബരിമല വിഷയം, അതോടൊപ്പം തന്നെ മറ്റുള്ള പല വിഷയങ്ങളുണ്ടല്ലോ. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനിയിപ്പോൾ ഘടകകക്ഷികളായിട്ട് ഈ പറയാൻ തിരുവല്ല നഗരസഭയിൽ SC സംവരണത്തിൽ വിജയിച്ചത് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും തെക്കൻ കേരളത്തിലേക്ക് മുസ്ലിം ലീഗിൻ്റെ ഒരു നഗരസഭാ ചെയർപേഴ്സൺ ഉണ്ടാവുമോ? തീർച്ചയായും ചിലപ്പോൾ അത് ചർച്ച ചെയ്ത് പരിഹരിക്കും. ഐക്യജനാധിപത്യ മുന്നണി ഞാൻ പറഞ്ഞല്ലോ ഘടകകക്ഷിയാണല്ലോ. ആ ഘടകകക്ഷികളുടെ ആവശ്യങ്ങളും പരിഗണിക്കും, അത് ചർച്ച ചെയ്യും. മറ്റൊരു കാര്യം, ഇനി അസംബ്ലി തിരഞ്ഞെടുപ്പാണ്. അസംബ്ലി തിരഞ്ഞെടുപ്പ് പണ്ടൊക്കെ പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് UDFിൻ്റെ വലിയ ആധിപത്യവും രൂപീകരണ സമയത്ത് ഉൾപ്പെടെ UDFുകാർ പറഞ്ഞിരുന്നത് കോൺഗ്രസിന് വേണ്ടി ഉണ്ടാക്കിയ ജില്ല അല്ലെങ്കിൽ UDFിന് വേണ്ടി ഉണ്ടാക്കിയ ജില്ല എന്നായിരുന്നു. പിന്നീട് ആ മേധാവിത്വം നഷ്ടപ്പെട്ടു പോകുന്നൊരു സന്ദർഭം ഉണ്ടായി. ആ നഷ്ടപ്രതാപം വീണ്ടെടുക്കുമോ? തീർച്ചയായും അതിൻ്റെ സൂചനയല്ലേ ഇപ്പം ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരു സെമി ഫൈനലല്ലേ ഇപ്പോൾ നടന്നത്.
ഇതിനു മുമ്പ് തന്നെ ഉപതെരഞ്ഞെടുപ്പുകൾ പലതും ഇവിടെ നടന്നു. ആ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ ആ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഇവിടെ ജയിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം 2 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലാണല്ലോ തെരഞ്ഞെടുപ്പ് നടന്നത്. ഒന്ന് ആറന്മുള വല്ലന, രണ്ടാമത് കോന്നി ഇളകൊല്ലൂർ. ആ 2 ഡിവിഷനിലും UDF തന്നെ തിരിച്ചു കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്തി തെരഞ്ഞെടുപ്പ് വിജയിപ്പിക്കാൻ കഴിയും. ഏറ്റവും സന്തോഷം തോന്നിയ ഒരു വിജയം ഏതായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ? ഏറ്റവും സന്തോഷം തോന്നിയത് തീർച്ചയായും പ്രവർത്തകരെല്ലാം വളരെ ആഹ്ലാദത്തിലാണ്. രാവിലെ മുതൽ തന്നെ പ്രകടനവും പൊതുസമ്മേളനവും എല്ലാം നടത്തിക്കൊണ്ട് തീർച്ചയായും ഈ ജില്ലയിലെ പ്രവർത്തകർക്കെല്ലാം തന്നെ വളരെ ആവേശം പകരുന്ന ഒരു റിസൾട്ടാണ് വന്നിരിക്കുന്നത്. ആരെങ്കിലും പരാജയപ്പെട്ടപ്പോൾ ഒരു ചാരിതാർത്ഥ്യമോ സന്തോഷമോ അങ്ങനെ എന്തെങ്കിലും തോന്നിയായിരുന്നോ എതിർപക്ഷത്തെ? ഇടതുപക്ഷത്തുമായിട്ട് പരാജയപ്പെടുന്ന നമ്മളെന്തിനാന്ന് തുടങ്ങിയിരുന്ന കാര്യം? നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മുഖ്യ ശത്രു അവരൊക്കെ തന്നെയില്ലേ. അപ്പോൾ ഇനി ഈ ശബരിമല വിഷയത്തെ മുഖ്യ ആയുധമാക്കി തന്നെയാണോ അസംബ്ലി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്? ശബരിമല എന്ന് പറയുന്ന മതമൈത്രിയുടെ പ്രതീകമല്ലേ. നിരവധി ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന ക്ഷേത്രം. ആ ക്ഷേത്രത്തിലെ നമ്മുടെ ദ്വാരപാലക വിഗ്രഹത്തിൽ പൊതിഞ്ഞ സ്വർണവും അതുപോലെ തന്നെ ശ്രീകോവിലിൻ്റെ വാതിലും അതിൻ്റെ കട്ടിളപ്പടിയെല്ലാം തന്നെ സ്വർണം പൂശിയെല്ലാം നടത്തി അതിന് നേതൃത്വം കൊടുത്ത 2 പേര് ഭാഗത്ത് കിടക്കുക. ഒന്ന് CPMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ MLAയുമായ പത്മകുമാറും, 2 തവണ CPMൻ്റെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന വാസു, അത് ഒരു മുൻ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി. അദ്ദേഹം ഉൾപ്പെടെ പ്രതിപട്ടികയിൽ നിൽക്കുകയില്ല, ഇപ്പോൾ ജയിലിൽ കിടക്കുകയില്ല. തീർച്ചയായും അത് സമരങ്ങൾ ശക്തമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ജയം അലസരാക്കി മാറ്റുന്ന പാർട്ടിക്കാരാണ് കോൺഗ്രസ്സുകാരെന്നാണ് പൊതുവെ പൊതുജനം പറയുന്നത്. ഈ ജയം അലസരാക്കി മാറ്റുമോ? ഒരിക്കലുമില്ല. കൂടുതൽ കരുത്തോടെ തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തി. ഇനിയും തുടർന്നും ഇപ്പോൾ നാളെ തന്നെ മീറ്റിംഗ് കൂടുന്നുണ്ട്. ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള SIR, അത് അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഭാഗമാണല്ലോ. അതിൻ്റെ മീറ്റിംഗ് നാളെ തന്നെ ഉച്ചയ്ക്ക് ഇവിടെ വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. ഈ ജയം ഒരു തുടക്കമാണെന്നാണ് പത്തനംതിട്ടയിലെ UDFൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അമരക്കാരനായിട്ടുള്ള DCC പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ പറയുന്നത്. ടീം UDFും ആ നീക്കത്തിനൊപ്പം നിൽക്കുകയാണ്. മീഡിയ 1 പത്തനംതിട്ട.